ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫുഡീസിൻ്റെ ഓണം സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ഓണവിഭവം ഓലനാണ്. ലാസ്റ്റ് എപ്പിസോഡിൽ ഞാൻ ചെയ്തത് കാളനായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ അത് കാണാത്തവർ കണ്ടു നോക്കണം. അപ്പോൾ ഓലൻ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വിഭവമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ഞാൻ ചെയ്ത ഓലൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ ഇവിടെ വൻപയർ കുതിർത്ത് വെച്ചതാണ്. ഏകദേശം ഒരു 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. നന്നായി കുതിർന്നിട്ടുണ്ട്. ഒരു 6 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതാണ്. പിന്നെ അതേപോലെ തന്നെ 3/4 കപ്പ് കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. അത് നീളത്തിൽ അരിഞ്ഞു വെച്ചതാണ്, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ്, ഒരേ വലിപ്പത്തിൽ. പിന്നെ വേണ്ടത് ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പില. ഒരുപാട് എരിവ് വേണ്ട, അതുകൊണ്ട് ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. പിന്നെ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇതൊരു ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട്. ഇത് മൊത്തം നമുക്ക് ആവശ്യമില്ല, അപ്പോൾ ആവശ്യമുള്ളത് നമുക്ക് ഒഴിക്കാം. ഇനി നമുക്ക് ഈ വൻപയർ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് കുറച്ച് വേവുള്ളത് കൊണ്ട് ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം വൻപയർ. ഇനി അതിലേക്ക് വേവാനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം അതിലേക്ക്. ഇനി ഇത് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഏകദേശം ഒരു 2 വിസിലും കൊണ്ട് വൻപയർ വെന്ത് കിട്ടും. നന്നായി കുതിർന്നതാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇത് വേവുമ്പോഴേക്കും നമുക്ക് കുമ്പളങ്ങ കൂടി വേവിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെക്കാം. അതിലേക്ക് കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിന് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഒരുപാട് ഇടണ്ട, നമ്മൾ വൻപയറിൽ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പിട്ടാൽ മതി. പിന്നെ വെള്ളം ഒഴിച്ച് വേവിക്കുക. ഇപ്പോൾ കുക്കറിൽ വിസിൽ വന്നിട്ടുണ്ട്. 2 വിസിലും വന്നു. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. കുമ്പളങ്ങ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി നോക്കണം. ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. വേവിക്കാൻ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇപ്പോൾ നന്നായി വേവട്ടെ, നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഞാൻ കുക്കർ ഓപ്പൺ ചെയ്തു. അപ്പം വൻപയർ വെന്തോ നോക്കാം നമുക്ക്. നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ അത് കുമ്പളങ്ങ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വൻപയർ കുമ്പളങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ തേങ്ങാപ്പാലാവുന്ന നന്നായിട്ട് ഇളക്കി കൊടുക്കണം, എന്നിട്ട് വേണം ഒഴിക്കാൻ. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് എടുത്തിട്ടുണ്ട്, പക്ഷെ ഞാനത് മൊത്തം ഒഴിക്കുന്നില്ല. ഒരു 3/4 ഗ്ലാസ് പാൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത്രയും മതി നമുക്ക്. പാലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണം. കുറച്ച് കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അല്ലാതെ നമ്മൾ ഇതിൽ വേറെ വറവിടുന്നില്ല, വെളിച്ചെണ്ണ വെറുതെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കറി ആയിട്ടുണ്ട്, നമുക്ക് ഓഫ് ചെയ്യാം. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞ് ഒരുപാട് നേരം നമ്മൾ തിളപ്പിക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ഓലൻ നന്നായി വന്നിട്ടുണ്ട്. ഇതേപോലെ എല്ലാവരും ഓണത്തിന് ഉണ്ടാക്കി നോക്കണം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. പുതിയൊരു ഓണ വിഭവമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും.